ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിൻ്റെ സെക്കൻഡ് സെക്ഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. സെക്ഷൻ 4 ആണ് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ആ സെക്ഷൻ 4 കണ്ടിന്യൂ ചെയ്യുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഗുരുനായക് എന്നുള്ളത് നമ്മുടെ ആസ്ട്രോളജർ എന്ത് ചെയ്യാണ്, നമ്മളുടെ ആ സ്ട്രേഞ്ചറിനെ വിളിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ പേര് നിനക്ക് എങ്ങനെ അറിയാം എന്ന് അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട് അല്ലേ. ആ നോക്കൂ, ഇവിടെ കണ്ടോ, ആസ് ഐ നോ ഓൾ അതർ തിങ്സ്. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്കറിയാം, എനിക്ക് നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഗുരുനായക്, ലിസൺ കെയർഫുള്ളി ടു വാട്ട് ഐ ഹാവ് ടു സേ. ശ്രദ്ധിക്കൂ, എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കൂ എന്ന് പറഞ്ഞു. യുവർ വില്ലേജ് ഈസ് 2 days ജേർണി ഡ്യൂ നോർത്ത് ഓഫ് ദിസ് ടൗൺ. നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഈ പട്ടണത്തിൽ നിന്ന് 2 ദിവസത്തെ യാത്രയുണ്ട് എന്ന് പറയുകയാണ്. ടേക്ക് ദ നെക്സ്റ്റ് ട്രെയിൻ ആൻഡ് ബി ഗോൺ. അടുത്ത ട്രെയിനിൽ കയറി പോകൂ നിങ്ങൾ എന്നുള്ളത് അദ്ദേഹം ആ സ്ട്രേഞ്ചറിനോട് പറയാണ്. അപ്പോൾ നമ്മുടെ സ്ട്രേഞ്ചറിന് ആകെ ഒരു എന്താണ് ഒരു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് ആകെ ഒരു ടെൻഷനും ഒരു ആകാംക്ഷയും ഒക്കെ വരികയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, see, once again, I great danger to your life if you go from home. He took out a pinch of sacred ash and held it out to him. Rub it on your forehead and go home. Never travel southward again എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്ത് ചെയ്യണം, നിന്റെ വീട്ടിൽ എന്ത് ചെയ്യണം, പോകണം. നീ നിന്റെ വീട്ടിൽ നിന്ന് പോയാൽ നിനക്ക് നിന്റെ ജീവൻ ഇനിയും നഷ്ടപ്പെടാം, വലിയ അപകടങ്ങൾ നിനക്ക് സംഭവിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഹി ടുക്ക് ഔട്ട് എ പിഞ്ച് ഓഫ് സൈക്രഡ് ആഷ്. അദ്ദേഹം എന്ത് ചെയ്തു, ഒരു നുള്ള് ഭസ്മം എടുത്തിട്ട് അവന്റെ നേരെ നീട്ടിക്കൊണ്ട് പറയാണ്, റബ് ഇറ്റ് ഓൺ യുവർ ഫോർഹെഡ് ആൻഡ് ഗോ ഹോം. ഇത് നിന്റെ നെറ്റിയിൽ പുരട്ടി നീ വേഗം വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയാണ്. നെവർ ട്രാവൽ സൗത്ത് വേർഡ് അഗെയിൻ. ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, സൗത്ത് വേർഡിലേക്ക്, ഈ തെക്കു ഭാഗത്തേക്ക് നീ എന്ത് ചെയ്യരുത്, ഒരിക്കലും യാത്ര തിരിക്കരുത്. ആൻഡ് യു വിൽ live to be 100. നീ എന്ത് ചെയ്യും, 100 വയസ്സ് വരെ അങ്ങനെയാണെങ്കിൽ നീ ജീവിക്കും എന്നുള്ളത് ആ സ്ട്രേഞ്ചറോട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആസ്ട്രോളജർ പറയുകയാണ്. വൈ ഷുഡ് ഐ ലീവ് ഹോം അഗെയിൻ. അപ്പൊ അദ്ദേഹം പറയാണ്, ഞാൻ എന്തിന് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വൈ ഷുഡ് ഐ ലീവ് ഹോം അഗെയിൻ, ഞാൻ എൻ്റെ എന്ത് ചെയ്യണേ, വീട്ടിൽ നിന്നും ഇറങ്ങണം. എന്ത് ചെയ്യാണ്, അതർ സെഡ് റിഫ്ലക്റ്റീവ്ലി, വൈ ഷുഡ് ഐ ലീവ് ഹോം അഗെയിൻ. ഐ വാസ് ഓൺലി ഗോയിങ് അവേ നൗ ആൻഡ് ദെൻ ടു ലുക്ക് ഫോർ ഹിം ആൻഡ് ടു ചോക്ക് ഔട്ട് ഹിസ് ലൈഫ് ഇഫ് ഐ മെറ്റ് ഹിം. അപ്പം എന്ത് ചെയ്യാണ്, ഞാൻ എന്താ ഇനി ഞാൻ എന്ത് ചെയ്യണ്ട, നീ ഇറങ്ങണ്ട എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട്, പറയുകയാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അയാൾ പറഞ്ഞത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്ട്രേഞ്ചർ ആസ്ട്രോളജറോട് ചോദിക്കുന്നത്, ഞാൻ ഇനിയിപ്പോൾ എന്തിനാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് ചോദിക്കുക. ഐ വാസ് ഓൺലി ഗോയിങ് അവേ നൗ ആൻഡ് ദെൻ ടു ലുക്ക് ഫോർ ഹിം ആൻഡ് ടു ചോക്ക് ഔട്ട് ഹിസ് ലൈഫ് ഇഫ് ഐ മെറ്റ് ഹിം. അപ്പോൾ സ്ട്രേഞ്ചർ പറയാണ്, സ്ട്രേഞ്ചർ എന്താ പറയുന്നത്, ഞാൻ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവനെ അന്വേഷിക്കും, അവനെ ഞാൻ കണ്ടുമുട്ടിയാൽ അവനെ ഞാൻ എന്തായാലും എന്ത് ചെയ്യും, ടു ചോക്ക് ഔട്ട് ഹിസ് ലൈഫ് ഇഫ് ഐ മെറ്റ് ഹിം എന്നാ പറയുന്നത്. ഞാൻ അവനെ എങ്ങനെയെങ്കിലും കണ്ടുമുട്ടിയാൽ അവൻ്റെ ജീവശ്വാസം അത് നിലപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഹി ഷൂക്ക് ഹിസ് ഹെഡ് റിഗ്രറ്റ്ഫുള്ളി. അവൻ എന്ത് ചെയ്യാണ്, ഒരു സങ്കടത്തോടു കൂടി അവനിങ്ങനെ തലയാട്ടാണ്. He has escaped my hands. I hope at least he did as he deserved. അവൻ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. കുറഞ്ഞത് അവൻ ഞാൻ അർഹിക്കുന്ന മരണം എന്തായാലും ഞാൻ അവന് നൽകും എന്ന് പറയാണ്. യെസ് സെഡ് ദ ആസ്ട്രോളജർ. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ആസ്ട്രോളജർ പറഞ്ഞു, അതെ. ഹി വാസ് ക്രഷ്ഡ് അണ്ടർ എ ലോറി. അവൻ എന്ത് ചെയ്തു, ഒരു ലോറിയുടെ അടിയിൽ പെട്ടി മരിച്ചു എന്ന് പറയാണ്. ദ അതർ ലുക്ഡ് ഗ്രാറ്റിഫൈഡ് ടു ഹിയർ ഇറ്റ്. അത് കേട്ട് എന്ത് ചെയ്യാണ്, ഒരു സന്തുഷ്ടനായിക്കൊണ്ട് ഈ സ്ട്രേഞ്ചർ എന്ത് ചെയ്യാണ്, നമ്മുടെ ആസ്ട്രോളജറെ നോക്കുകയാണ് ചെയ്യുന്നത്. ദ പ്ലേസ് വാസ് ഡെസേർട്ടഡ് ബൈ ദ ടൈം ദ ആസ്ട്രോളജർ പിക്ക് അപ്പ് ഹിസ് ആർട്ടിക്കിൾസ് ആൻഡ് പുട്ട് ദം ഇൻ ടു ഹിസ് ബാഗ്. ആ സമയത്ത് നമ്മുടെ ആസ്ട്രോളജർ തൻ്റെ സാധനങ്ങളൊക്കെ ബാഗിൽ അടുക്കി വെക്കുകയാണ്.
ആ സമയം ആ ഒരു പ്ലേസ് എന്ന് പറയുന്നത് വളരെ വിജനമായിട്ടുണ്ടായിരുന്നു. ദ ഗ്രീൻ ഷാഫ്റ്റ് വാസ് ആൾസോ ഗോൺ, ലിവിങ് ദ പ്ലേസ് ഇൻ ഡാർക്ക്നെസ് ആൻഡ് സൈലൻസ്. ആ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാവരും വിജനമായി, ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു സ്ഥലം വിജനമായി കിടക്കുകയാണ്. ആകെ ഇരുട്ടിൽ നിശബ്ദത മുങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായി മാറിയിരുന്നു. ദ സ്ട്രേഞ്ചർ ഹാഡ് ഗോൺ ഓഫ് ഇൻ ടു ദ നൈറ്റ് ആഫ്റ്റർ ഗിവിംഗ് ദ ആസ്ട്രോളജർ എ ഹാൻഡ് ഫുൾ ഓഫ് കോയിൻസ്. ജോൽസിന് ഒരു പിടി നാണയങ്ങൾ നൽകിയ ശേഷം ആ സ്ട്രേഞ്ചർ എന്ത് ചെയ്തു, അവിടെ നിന്ന് പോയി. ഇറ്റ് വാസ് നിയർലി മിഡ് നൈറ്റ് വെൻ ദ ആസ്ട്രോളജർ റീച്ച്ഡ് ഹോം. His wife was waiting for him at the door and demanded an explanation. He flung the coins at her and said, "Count them, one man gave all that." It was nearly midnight when the astrologer reached home. അദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിലെത്തിയപ്പോഴേക്കും അർദ്ധരാത്രിയോടെ അടുത്തിട്ടുണ്ട്. His wife was waiting for him. അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. At the door, വാതിൽക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, അവനെയും കാത്ത് അവന്റെ ഭാര്യ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് വൈകി എന്നുള്ളത് ഡിമാൻഡഡ് ആൻ എക്സ്പ്ലനേഷൻ അവള് ചോദിക്കുന്നുണ്ട്. ഹി ഫ്ലങ് ദ കോയിൻസ് അറ്റ് ഹർ. അയാൾ എന്ത് ചെയ്തു, നാണയങ്ങൾ അവളുടെ നേരെ എറിഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് കൗണ്ട് ദം, വൺ മാൻ ഗേവ് ഓൾ ദാറ്റ്. ഇതെല്ലാം ഒരാൾ തന്നതാണ്, എണ്ണി നോക്കൂ എന്ന് പറയാണ്. 12.5 annas, she said. അവൾ നോക്കിയിട്ട് പറയാണ്, 12.5 annas, she said, counting. She was overjoyed. അവൾ കൗണ്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, അവൾക്ക് ഒരുപാട് സന്തോഷമായി. I can buy some jaggery and coconut tomorrow. നാളെ എനിക്ക് കുറച്ച് ശർക്കരയും തേങ്ങയും വാങ്ങിത്തരണം എന്ന് അദ്ദേഹത്തോട് പറയാണ്. ശർക്കരയും തേങ്ങയും എന്ത് ചെയ്യണം, വാങ്ങണം. എന്തിനെ, ഇനി എന്താണെന്ന് പറയുന്നത്, ചൈൽഡ് ഹാസ് ബീൻ ആസ്കിങ് ഫോർ സ്വീറ്റ്സ് ഫോർ സോ മെനി ഡേയ്സ് നൗ. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കുട്ടി ഒരുപാട് ദിവസമായിട്ട് മധുര പലഹാരം ചോദിക്കുന്നുണ്ട്. ഐ വിൽ പ്രിപ്പയർ സം നൈസ് സ്റ്റഫ് ഫോർ ഹർ. അവൾക്ക് കുറച്ച് നല്ല മധുര പലഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് അവൾ പറയുന്നത്. The swine has cheated me. He promised me a rupee, said the astrologer. She looked up at him. You look worried. What is wrong? അപ്പോൾ പറയാണ്, the swine has cheated me. അപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, അയാൾ ചതിച്ചു എന്ന് പറയാണ്. He promised me a rupee. അവൻ എനിക്ക് 1 രൂപ വാഗ്ദാനം ചെയ്തിരുന്നു. സെഡ് ദ ആസ്ട്രോളജർ. അദ്ദേഹം പറഞ്ഞു. ഷീ ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിം. അവൾ എന്ത് ചെയ്തു, അവനെ നോക്കി. എന്താണ്, യു ലുക്ക് വെറീഡ്, നിങ്ങളെ ആകെ ടെൻഷനാണല്ലോ. വാട്ട് ഈസ് റോങ്, എന്താണ് പറ്റിയത്, എന്താണ് പ്രശ്നം എന്നുള്ളത് അവൾ ചോദിച്ചു. നത്തിങ്, ഒന്നുമില്ല. ആഫ്റ്റർ ഡിന്നർ, സിറ്റിംഗ് ഓൺ ദ പ്യോൾ, ഹി ടോൾഡ് ഹർ, ഡു യു നോ എ ഗ്രേറ്റ് ലോഡ് ഈസ് ഗോൺ ഫ്രം മീ ടുഡേ. I thought I had the blood of a man on my hands all these years. That was the reason why I ran away from home, settled here and married you. He is alive. ഭക്ഷണം കഴിച്ച ശേഷം അയാൾ എന്ത് ചെയ്യാണ്, പ്യോളിൽ ചെന്നിരിക്കുകയാണ്. അവളോട് പറഞ്ഞു, ഡു യു നോ, നിനക്കറിയുമോ, എ ഗ്രേറ്റ് ലോഡ് ഈസ് ഗോൺ ഫ്രം മീ ടുഡേ. ഇന്ന് എന്നിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയി എന്ന് പറയാണ്. ഐ തോട്ട് ഐ ഹാഡ് ദ ബ്ലഡ് ഓഫ് എ മാൻ ഓൺ മൈ ഹാൻഡ്സ് ഓൾ ദീസ് ഇയേഴ്സ്. എൻ്റെ കൈകളിൽ ഒരു മനുഷ്യന്റെ രക്തം പുരണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു. ദാറ്റ് വാസ് എ റീസൺ വൈ ഐ റാൻ അവേ ഫ്രം ഹോം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട് വിട്ടു പോകുന്നത്. സെറ്റിൽ ഹിയർ ആൻഡ് മാരീഡ് യു. ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തതും നിന്നെ വിവാഹം കഴിച്ചതും ഞാൻ അതിനു വേണ്ടിയാണ്. അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഹി ഈസ് അലൈവ്. ഇന്നിപ്പോ ഇതാ അയാൾ ജീവിച്ചിരിക്കുന്നു. ഷി ഗാസ്പ്ഡ്. യു ട്രൈ ടു കിൽ. അവൾ എന്ത് ചെയ്യാണ്, അവൾക്കൊരു ശ്വാസം മുട്ടൽ പോലെ അവൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരാളെ കൊല്ലാൻ ശ്രമിച്ചോ? യെസ്, ഇൻ അവർ വില്ലേജ് വെൻ ഐ വാസ് സില്ലി യങ്സ്റ്റർ വി ഡ്രാങ്ക്, ഗാംബിൾഡ് ആൻഡ് ക്വാറൽ ബാഡ്ലി വൺ ഡേ. വൈ തിങ്ക് ഓഫ് ഇറ്റ് നൗ? ടൈം ടു സ്ലീപ്, ഹി സെഡ്, യോണിങ് ആൻഡ് സ്ട്രെച്ച്ഡ് ഹിംസെൽഫ് ഓൺ ദ പ്യോർ. അതെ, അപ്പൊ അദ്ദേഹം പറയണ, അതെ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, സില്ലി യങ്സ്റ്റർ ഉണ്ടായിരുന്നു. വി ഡ്രാങ്ക്, ഞങ്ങൾ ഒരുമിച്ച് മദ്യപിക്കും. ഗാംബിൾഡ്, എന്ത് ചെയ്തു, ചൂതാട്ടം നടത്തും. ആൻഡ് ക്വാറൽഡ് ബാഡ്ലി വൺ ഡേ, ഒരു ദിവസം ഞങ്ങൾ എന്ത് ചെയ്തു, മോശമായി വഴക്കിട്ടു. വൈ തിങ്ക് ഓഫ് ഇറ്റ് നൗ? ഇപ്പോൾ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കണം? ടൈം ടു സ്ലീപ്പ്. ഇപ്പോൾ ഇനി ഉറങ്ങാനുള്ള സമയമാണ്. ഹി സെഡ്, അയാൾ തന്നെ സ്വയം പറഞ്ഞു. യോണിങ് ആൻഡ് സ്ട്രെച്ച്ഡ് ഹിംസെൽഫ് ഓൺ ദ പ്യോൾ. എന്ത് ചെയ്യാണ്, കൂട്ടുവായൊക്കെ ഇട്ട് അയാൾ എന്ത് ചെയ്യാണ്, അവിടെ കിടന്ന് ഉറങ്ങാൻ
കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ എന്താ പറയുക, എൻഡിങ്ങിൻ്റെ ടൈമിൽ വന്നിരിക്കുന്ന ആളെന്ന് പറയുന്നത്, സ്ട്രേഞ്ചർ എന്ന് പറയുന്നത് ആരാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ആരായിരിക്കും? നമ്മളുടെ ആസ്ട്രോളജർ തൻ്റെ നാട്ടിൽ വെച്ച് മദ്യപിച്ച് വഴക്കിട്ട് കൊല്ലാൻ ശ്രമിച്ച ആള് തന്നെയാണ് ഈ സ്ട്രേഞ്ചർ എന്ന് പറയുന്നത്. സോ അയാളെ പെട്ടെന്ന് എന്ത് ചെയ്തു, നമ്മുടെ ആസ്ട്രോളജർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഉള്ള സത്യങ്ങൾ എന്ത് ചെയ്തത്, അയാളോട് തുറന്നു പറഞ്ഞത്. പക്ഷേ സ്ട്രേഞ്ചർക്ക് നമ്മുടെ ആസ്ട്രോളജറെ എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലായിട്ടില്ല. അയാളുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്തില്ല, അയാൾക്ക് അദ്ദേഹത്തെ മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്തു, നമ്മുടെ ആസ്ട്രോളജറെ വിശ്വസിക്കുകയാണ് ചെയ്തത്. ദെൻ ലെറ്റസ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നതിൽ നമ്മളുടെ ഈ ഒരു സ്റ്റോറിയുടെ എൻഡിങ് തന്നെയാണ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ദ ആസ്ട്രോളജർ അഡ്വൈസ് ദ സ്ട്രേഞ്ചർ നെയിംഡ് ഗുരുനായക് ടു ടേക്ക് ദ നെക്സ്റ്റ് ട്രെയിൻ ഫോർ ഹോം ആൻഡ് ടു നെവർ ട്രാവൽ സൗത്ത്വേർഡ് അഗെയിൻ ഇഫ് ഹി വാണ്ടഡ് ടു ലിവ് ലോങ്. സെൻസിങ് ഗുരുനായക്'s keenness to know whether his culprit died in a manner apt for his wrongdoing, the astrologer clarified that a lorry had crushed him. The stranger left after that and the area had become empty. On returning home, the astrologer's wife was thrilled to know how he had received a handful of coins from a stranger. The 12.5 annas would make it possible for her to buy the ingredients to prepare some sweets for her child. However, the astrologer felt cheated as he had been promised a full rupee. It is only after a dinner that the astrologer revealed to his wife how he has feeling light after a long time. He informed her how, as a drunk youngster, he had tried to murder a man in his community after a major quarrel over a game of gambling. It is because of the sense of guilt of having the blood of a man on his hands that he had moved and settled away from his home. But having seen Guru Nanak alive that night, he felt unburdened. Consequently, he stretched himself on the pole and yawned. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സ്റ്റോറി വായിച്ചു നോക്കണം. നല്ലൊരു സ്റ്റോറിയാണ്. ഇനി ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ വീണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ട് മോട്ടിവേറ്റഡ് ദ ആസ്ട്രോളജർ ടു confront the stranger openly? Choose the correct answer from the options given below എന്നാണ് പറയുന്നത്. ഒരു സ്ട്രേഞ്ചറെ എന്ത് ചെയ്യാണ്, നമ്മുടെ ആസ്ട്രോളജർ നേരിട്ടു അല്ലേ? എന്തുകൊണ്ടായിരിക്കും? എന്താണ് അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത്, അയാളെ നേരിടാൻ പ്രേരിപ്പിച്ചത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിലുള്ള ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫിയർ ഓഫ് എക്സ്പോഷർ, പിന്നെയോ guilt and the need for redemption, the stranger insistence on the truth, desire for revenge, കുറ്റബോധവും അതാണ് എന്താണ് ഗിൽറ്റ് ആൻഡ് ദ നീഡ് ഫോർ റിഡംഷൻ എന്ന് പറയുന്നത്. കുറ്റബോധവും മോചനത്തിന്റെ ഒരു ആവശ്യകതയും. ദ സ്ട്രേഞ്ചേഴ്സ് ഇൻസിസ്റ്റൻസ് ഓൺ ദ ട്രൂത്ത്, സത്യത്തിനായുള്ള ആ ഒരു സ്ട്രേഞ്ചറിന്റെ നിർബന്ധം. ഡിസയർ ഫോർ റിവെഞ്ച്, പ്രതികാരത്തിനുള്ള ആഗ്രഹം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വേർ വാസ് ഗുരുനായക്സ് വില്ലേജ് സിറ്റുവേറ്റഡ്? ഗുരുനായകിന്റെ ഗ്രാമം എവിടെയായിരുന്നു? വെൻ ഡിഡ് ദ ആസ്ട്രോളജർ റീച്ച് ഹോം? ആസ്ട്രോളജർ എപ്പോഴാണ് വീട്ടിലെത്തിയത്? വാട്ട് ഡിഡ് ദ ആസ്ട്രോളജേഴ്സ് വൈഫ് പ്ലാൻ ടു ഡു വിത്ത് ദ 12.5 annas? 12.5 അണ കൊണ്ട് ആ ഒരു ആസ്ട്രോളജറിന്റെ വൈഫ് എന്താണ് പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. നാലാമത്തെ ചോദ്യം. ആൻസേഴ്സ് ഏറ്റവും ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടർ സ്കെച്ചുകളാണ്. ആസ്ട്രോളജറുടെ ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ഹി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ മിഡിൽ ഏജ്ഡ് മാൻ വിത്ത് ആൻ ഇംപ്രസീവ് ടർബൻ ഡ്രാപ്ഡ് ഇൻ എ സാഫ്രോൺ കളേർഡ് ഗോൺ. ഹിസ് ഐസ് വർ ഇന്റൻസ് ആൻഡ് സ്ക്രൂട്ടനൈസിങ്. ഒരു കാവി നിറത്തിലുള്ള ഗൗണ് ധരിച്ച പിന്നെന്താണ് ആകർഷകമായ ഇംപ്രസീവ് ടർബൻ എന്നാണ് പറയുന്നത്. ഒരു തലപ്പാവ് ധരിച്ച ഒരു മിഡിൽ ഏജ്ഡ്
മാനാണ് നമ്മളുടെ ആസ്ട്രോളജർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ്. പിന്നെയോ അദ്ദേഹത്തിന്റെ കണ്ണുകളെ പറയുന്നുണ്ട് അല്ലെ, ഇന്റൻസ് ആൻഡ് സ്ക്രൂട്ടനൈസിംഗ് എന്നാ പറയണത്, തീവ്രവും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതുമായ കണ്ണുകളാണ് അദ്ദേഹത്തിൻ്റെത്. ദ ആസ്ട്രോളജിസ്റ്റ് ഷൂഡ് എ കോൺഫിഡന്റ് ആൻഡ് കണ്ണിങ്. ഹി ഹാസ് എ knack for observing people and reading their reactions. He is also secretive about his past. ജോത്സ്യൻ എന്താണ്, ഒരു കണ്ണിങ് ആയിട്ടുള്ള കൗശലക്കാരനായിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിന് കോൺഫിഡൻറ്റ്, ആത്മവിശ്വാസമുണ്ട് അല്ലെ. പിന്നെയോ ആളുകളെ നിരീക്ഷിക്കാനും ഒബ്സർവ് ചെയ്യാനും അവരുടെ പ്രതികരണങ്ങൾ മനസ്സിലാക്കാനുമുള്ള പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഹി ഏൺസ് ഹിസ് ലിവ്ലിഹുഡ് ബൈ പ്രിറ്റൻഡിങ് ടു ബി ആൻ ആസ്ട്രോളജർ യൂസിങ് ഹിസ് നോളജ് ഓഫ് ഹ്യൂമൻ നേച്ചർ ടു മേക്ക് അക്യുറേറ്റ് പ്രഡിക്ഷൻസ് അബൌട്ട് പീപ്പിൾസ് ലിവ്സ്. പിന്നെന്താ പറയുന്നത്, അദ്ദേഹം മനുഷ്യപ്രകൃതിയെക്കുറിച്ചുള്ള തൻ്റെ അറിവ് ഉപയോഗിച്ച് ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രവചനങ്ങൾ നടത്തി ഈ ഒരു ജ്യോതിഷിയായിട്ട് അല്ലെങ്കിൽ എന്താ ആസ്ട്രോളജറായിട്ട് അഭിനയിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ലിവ്ലിഹുഡ്, അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം അദ്ദേഹം ഏൺ ചെയ്യുന്നത്, കണ്ടെത്തുന്നത്. ഇതാണ് ആസ്ട്രോളജറിനെ പറ്റിയിട്ട് അവിടെ പറയുന്ന പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. നന്നായിട്ട് നോക്കണം. ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിൻ്റെ സമ്മറി ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ അത് എഴുതാൻ, എങ്കിൽ മാത്രമേ നന്നായിട്ട് മാർക്ക് ലഭിക്കുള്ളൂ. ദെൻ ഗുരുനായക്, ഹി ഈസ് എ വെൽ ഡ്രസ്ഡ് മാൻ വിത്ത് എ പ്രൊമിനന്റ് സ്കാർ ഓൺ ഹിസ് ഫേസ്. എന്താണ്, മുഖത്ത് ഒരു പ്രകടമായ മുറിവുള്ള, നന്നായി വസ്ത്രമൊക്കെ ധരിച്ചിട്ടുള്ള വെൽ ഡ്രസ്ഡ് മാൻ ആണ് ഗുരുനായക്. ഇനിഷ്യലി ഹി അപ്പിയേഴ്സ് ടു ബി എ ട്രബിൾഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ് ഇൻഡിവിജ്വൽ ക്യാരിയിങ് ദ വെയ്റ്റ് ഓഫ് എ ഡാർക്ക് സീക്രറ്റ്. ഹി ഈസ് ഡെസ്പറേറ്റ് ടു ഫൈൻഡ് ദ മാൻ who he believes is responsible for ruining his life. അദ്ദേഹം തുടക്കത്തിൽ എന്താണ്, ഉള്ളിൽ ഒരു രഹസ്യം ചുമന്നുകൊണ്ടാണ്, ഒരു അസ്വസ്ഥനായിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം. തൻ്റെ ജീവിതം എന്ത് ചെയ്യാണ്, നശിപ്പിക്കാൻ ഉത്തരവാദിയായിട്ടുള്ള താൻ വിശ്വസിക്കുന്ന ഒരാളെ എന്ത് ചെയ്യാണ്, അദ്ദേഹം കൊല്ലാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, നടക്കുകയാണ്. അപ്പം അത് തൻ്റെ ജീവിതം നശിപ്പിച്ച ആളെ എന്ത് ചെയ്യാണ്, തെരഞ്ഞ് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കൊല്ലണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം നടക്കുന്നത്. ഹിസ് എ കാറ്റലിസ്റ്റ് ഫോർ ദ കോൺഫ്ലിക്റ്റ് ഇൻ ദ സ്റ്റോറി, ഡ്രൈവിംഗ് ദ പ്ലോട്ട് ഫോർവേഡ് ആസ് ഹി കൺഫ്രണ്ട്സ് ദ ആസ്ട്രോളജർ. കഥയിലെ ഒരു ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു സംഘർഷം, അതിന് എന്താണ്, ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് നമ്മളുടെ ഗുരുനായക് എന്ന് പറയുന്ന വ്യക്തി. ഡ്രൈവിംഗ് ദ പ്ലോട്ട് ഫോർവേഡ് ആസ് ഹി കൺഫ്രണ്ട്സ് ദ ആസ്ട്രോളജർ. ജ്യോതിഷിയെ നേരിടുന്ന രീതി അത് വളരെ പ്രത്യേകതയുള്ളതാണ്. അപ്പോൾ ഗുരുനായകിനെ പറ്റി നമ്മൾ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഇത് സമ്മറി അത് മനസ്സിലാക്കണം, എന്നിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഡു യു നോ എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോറിയെ പറ്റിയിട്ടുള്ള കുറച്ച് പോയിന്റ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കഥ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തത്, ഫസ്റ്റ് പബ്ലിഷ്ഡ് ഇൻ 1947 എന്നാണ് പറയുന്നത്. ഇറ്റ് ബിക്കംസ് എ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ആർ കെ നാരായൺസ് ഷോർട്ട് സ്റ്റോറി കളക്ഷൻ മാൽഗുഡി ഡേയ്സ്. ആർ കെ നാരായണന്റെ ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനാണ് മാൽഗുഡി ഡേയ്സ് എന്നുള്ളത്. ഒരു മാൽഗുഡി ഡേയ്സ് എന്ന് പറയുന്ന ചെറുകഥാ സമാഹാരത്തിലെ ആദ്യ അധ്യായമാണ് നമ്മളിവിടെ പഠിച്ച ഈ ഒരു ആൻ ആസ്ട്രോളജേഴ്സ് ഡേ എന്ന് പറയുന്നത്. ആർ കെ നാരായൺ വാസ് അവാർഡഡ് ദ സാഹിത്യ അക്കാദമി അവാർഡ് ഇൻ 1960. 1960 ആർ കെ നാരായണന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഹി ഈസ് ആൾസോ ദ റെസിപ്പിയന്റ് ഓഫ് പത്മവിഭൂഷൺ ആൻഡ് പത്മഭൂഷൺ. പത്മവിഭൂഷണും പത്മഭൂഷൺ എന്നീ ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ റീഡ് ദ ഫോളോയിങ് സെന്റൻസസ് കെയർഫുള്ളി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രാമർ സെക്ഷൻ ആണ് അങ്ങോട്ട് വരുന്നത്. ഗ്രാമർ സെക്ഷനിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്, അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ടെൻസുകൾ നന്നായിട്ട് നോക്കേണ്ട അത്യാവശ്യകതയുണ്ട്. അതുപോലെ അതിനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫോംസ് ഓഫ് വേർബ്സ് എന്ന് പറഞ്ഞിട്ട് ഇത് അവിടെ തന്നിട്ടുണ്ട്. ആൻഡ് ലിറ്റററി ഡിവൈസ്, ദെൻ ലിറ്റററി ഡിവൈസിൽ ഐറണി
Irony is a literary device characterized by a contrast between what is expected and what actually occurs. It often results in a humorous, surprising, or thought provoking effect. It is a tool used to write to convey deeper meanings or to highlight the discrepancy between appearance and reality. ഐറണി എന്ന് പറയുന്നത് വിരോധാഭാസം എന്നാണ്. ഐറണിയുടെ മീനിങ് എന്ന് പറയുന്നത് വിരോധാഭാസം എന്നാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ എന്താണ് ഐറണി എന്നുള്ളത്? എന്താണ് നമ്മൾ ലിറ്റററി ഡിവൈസ് ആയിട്ട്, അതായത് ഒരു നമ്മുടെ പോയത്തിലായാലും സ്റ്റോറിയിലായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അലങ്കാര പ്രയോഗങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിലുള്ള ഒരു ഡിവൈസാണ്, ലിറ്റററി ഡിവൈസുകളാണ് ഐറണി എന്ന് പറയുന്നത്. ഇപ്പോൾ നർമ്മം അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തൽ അല്ലെങ്കിൽ എന്താണ് ഒരു ചിന്തോദ്ദീപകമായിട്ടുള്ള ഒരു കാര്യത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എഴുത്തുകാർ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഐറണി എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ദ ഗിഫ്റ്റ് ഓഫ് ദ മാഗി ബൈ ഓ ഹെൻറി എന്നുള്ളത്. അപ്പോൾ എന്താണ് ഐറണി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അവിടെ തന്നിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ നന്നായിട്ട് നോക്കി വെക്കണം. ഇനി നെക്സ്റ്റ് പറയുന്നത് വൊക്കാബുലറി എൻറിച്ച്മെന്റിൽ ഫ്രേസൽ വേർബുകൾ പറയുന്നുണ്ട്. ഫ്രേസൽ വേർബുകളിൽ പ്രിപ്പോസിഷൻ ഓർ ആഡ്വേർബ്സുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് എടുത്ത് നോക്കേണ്ടതാണ്. ദെൻ ടേക്ക് ഓഫ്, അതൊക്കെ പ്രിപ്പോസിഷൻസിന് വരുന്നതാണ് കേട്ടോ. ദെൻ ഇൻഡെക്സ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് ഫോംസ് ഓഫ് ദ ഫ്രേസൽ വേർബ് എന്ന് പറഞ്ഞിട്ട് സെന്റൻസുകൾ തന്നിട്ടുണ്ട്, നോക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. ദെൻ മാച്ച് ദ ഫോളോയിങ് അവിടെ തന്നിട്ടുണ്ട്. ലുക്ക്ഡ് ഇൻ ടു, ലുക്ക്ഡ് ആഫ്റ്റർ, ലുക്ക്ഡ് അറ്റ്, ലുക്ക്ഡ് ഫോർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നോക്കണം. ദെൻ ലെറ്റ്സ് ഡു അവിടെ വീണ്ടും തന്നിരിക്കുന്നുണ്ട്. Write a paragraph discussing how the story portrays the interplay between destiny and individual choices using examples from the plot. അവിടെയല്ല. ദെൻ പിന്നീട് നിങ്ങൾ നോക്കേണ്ടത് ടെർമിനൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് തൊട്ട് താഴെ. ഹൗ ഡസ് എ ആസ്ട്രോളജർ മാനിപ്പുലേറ്റ് ഹിസ് ക്ലയൻസ് സ്പാം റീഡിങ്? അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആസ്ട്രോളജറായി നിൽക്കുന്ന ആൾ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഈ പാം റീഡിങ്, ക്ലയൻസിൻ്റെ പാം റീഡിങ് നടത്തുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൽ കൃത്രിമം അദ്ദേഹം കാണിക്കുന്നത് എന്നുള്ളതാണ്. ആ പരിശോധനയിൽ എങ്ങനെയാണ് അദ്ദേഹം കൃത്രിമം കാണിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. വാട്ട് ഡസ് എ ആസ്ട്രോളജേഴ്സ് ഇന്ററാക്ഷൻ വിത്ത് ഹിസ് ക്ലയൻസ് റിവീൽ അബൌട്ട് ഹ്യൂമൻ നേച്ചർ? പിന്നെന്താണ് പറയുന്നത്, അദ്ദേഹത്തിന് തൻ്റെ ക്ലയൻറ്റുകളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇടപെടുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതെന്താണ്, അത് എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് എന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ ആൻഡ് ആസ്ട്രോളജേഴ്സ് ഡേ? ആ ടൈറ്റിലിനെ പറ്റിയിട്ടുള്ള പ്രത്യേകതയാണ് പറയാൻ പറയുന്നത്. ആൻഡ് മോറൽ ഓഫ് ദ സ്റ്റോറി ആൻഡ് ആസ്ട്രോളജേഴ്സ് ഡേ ബൈ ആർ കെ നാരായൺ. ഇതിലുള്ള മോറൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. മോറൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു സത്ത എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളതാണ്. ഇതാ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് ഇതാ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അത് വായിച്ചു നോക്കണം. ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഫ്രേസൽ വേർബുകളായാലും അതുപോലെ തന്നെയാണ് ടെൻസിൻ്റെ സെക്ഷൻ ആയാലും നന്നായിട്ട് എല്ലാവരും വായിച്ചു നോക്കണം. സ്റ്റോറി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.